إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما ഏറെ ബഹുമാനമുള്ള വിശ്വാസികളകത്ത് വിശ്വാസികൾ സൃഷ്ടാവും സംരക്ഷകനും നിയന്ത്രണവുമായ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി യഥാർത്ഥ തഖ്വയുള്ള വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് ശബ്ദത്തോളം എന്ന പോലെ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വിജയം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുൻ ഗൈറു സ്വാലിഹ്, നല്ലതല്ലാത്ത ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. അമൽ സ്വാലിഹാത്ത് എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെന്ന് സൂചിപ്പിച്ചു. എന്നാൽ അമലൻ ഗൈറു സ്വാലിഹ് അതൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്. മക്കളെ കുറിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞൊരു ഭാഗം അതാണ്. ആ മകൻ അമൽ സ്വാലിഹാത്തിൽ പെട്ടതല്ല, അമലൻ ഗൈറു സ്വാലിഹിലാണ് എന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആദർശപരമായ അല്ലെങ്കിൽ ആദർശനിഷ്ഠയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ വഴിതെറ്റിപ്പോയ ഒരു മക്കളുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കാവുന്ന ഒരു പ്രയോഗമാണ് അമലൻ ഗൈറു സ്വാലിഹ് എന്ന ഒരു പ്രയോഗം. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോലും പറഞ്ഞത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ മോനല്ല എന്നാ പറഞ്ഞു. നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല, നിന്റെ ആദർശത്തിൽ പെട്ടവനല്ല എന്നാണല്ലോ അവിടെ കൃത്യമായി സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഉമ്മമാർ, മാതാപിതാക്കൾ വളർത്തിയ പോറ്റിയ കുറച്ച് മക്കളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അവരുടെ ആദർശപരമായ അല്ലെങ്കിൽ ദീനീപരമായ അവരെ വൈജ്ഞാനികമായ മേഖലകളിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന മേഖലകളിൽ മാതാപിതാക്കൾ വഹിച്ച ഒരു വല്ലാത്തൊരു പങ്കുണ്ട്.
അത് ചരിത്രത്തിന്റെ താളുകളിൽ എമ്പാടും എഴുതി വെക്കപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അവിടെയാണ് പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, പ്രാർത്ഥനകളും രക്ഷ തേടലുകളും ആയുധത്തിന്റെ സ്ഥാനത്താണുള്ളത്. ആയുധത്തിന്റെ മൂർച്ച മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവന്റെ ശക്തിയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഘടകം കൂടിയാണ്. ആയുധം തകരാറുകളില്ലാതെ നല്ലതായിരിക്കുക, ഉപയോഗിക്കുന്നവൻ അത് ഉപയോഗിക്കാൻ കഴിവും ശക്തിയുള്ളവനായിരിക്കുക, മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഈ മൂന്ന് കൂടി ചേരുമ്പോൾ മാത്രമാണ് ആയുധം പൂർണ്ണമായി ഉപകാരപ്രദമാക്കുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ തന്നെയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. അള്ളാഹുവോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. പറയാണ്, അള്ളാഹുവോട് ചോദിക്കുമ്പോൾ കൂടുതൽ ചോദിക്കുക. കാരണം എല്ലാം കഴിയുന്ന റബ്ബിനോടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന. അതേപോലെ തന്നെ അതായത് പിന്നെ ജനങ്ങൾ വെച്ച് ഏറ്റവും അശക്തൻ ദുആ ചെയ്യാൻ സാധിക്കാത്തവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാത്തവരെ കുറിച്ച് കൃത്യമായി പറഞ്ഞു, പ്രാർത്ഥിക്കാത്തവനോട് അള്ളാഹ് കോപമുള്ള കാര്യമാണ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയങ്ങളുണ്ട്. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന ആളുകളുമുണ്ട്. തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥന. സലാസ് ദഅവാത്തിൽ ലാ തുറദ്ദു ദഅവത്തുൽ വാലിദി വ ദഅവത്തുൽ സ്വാഇമി വ ദഅവത്തുൽ മുസാഫിരി. മൂന്ന് പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിമാറ്റുകയില്ല എന്നാണ്. ഏതൊക്കെയാണ് ആ പ്രാർത്ഥനകള്? ഒന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മറ്റൊന്ന് നോമ്പുകാരന്റെ ദുആയാണ്. മൂന്നാമത്തേത് ഒരു യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ആ മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വിഷയം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ചരിത്രത്തില് ഉമ്മമാരുടെ പ്രാർത്ഥനയും ചേർത്ത് പിടിക്കലും ലഭിച്ച ചരിത്രത്തിൽ ഇടം നേടിയ ചില മക്കളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന് അത്താഉ ബിനു അബി റബാഹി എന്നാണ് ആ അദ്ദേഹത്തിന്റെ പേര്. അമവി ഖലീഫമാരിൽ പിന്നെ അഞ്ചാമനായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന രണ്ട് മക്കളുടെ ഹജ്ജിന് വേണ്ടി മക്കളുടെ പിതാവായ ഹജ്ജിന് വേണ്ടി ഒരു യാത്ര പോവുകയാണ് അവര്. അങ്ങനെ പോണ വേളയില് ചില സംശയങ്ങളൊക്കെ ഉണ്ടായപ്പോ ആ സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി മുടന്തനായ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള കറുത്തിരണ്ട ഒരു മനുഷ്യനെ കാത്തിരുന്നു. നമസ്കാരം പൂർത്തിയാക്കി അവർ സംശയം ചോദിച്ചപ്പോ അങ്ങനെ ആ നമസ്കാരം പൂർത്തിയായപ്പോ പിന്നെ ആ സമയത്ത് നമസ്കാരം പൂർത്തിയായപ്പോ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ എന്താണ് ചോദ്യങ്ങൾ ചോദിച്ച വേളയില് അദ്ദേഹം എന്താണ് ആളുകൾക്ക് ഇങ്ങനെ മറുപടി ഇങ്ങനെ കൊടുക്കുക. അത് ആ രാജാവിലേക്ക് ഒന്നും നോക്കാതെയുള്ള മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ആ മറുപടി ഇങ്ങനെ കൊടുത്ത ആളെ പറ്റി പറയാണ്, യാ ഔലാദ് ലാ തക്സല ഫി തലബിൽ ഇൽമ്. എന്താ പറഞ്ഞത്? എന്റെ മക്കളെ, ഇൽമ് അന്വേഷിക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കരുത്. അതേ കാലത്തിൽ അദ്ദേഹം പറയാണ്, ഫൈനി വല്ലാഹി മാൻ സാബദ അദലന ബൈന യദയിൽ അബ്ദി അൽ അസൂദ് ഉസൂദ്. അല്ലാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും മറക്കില്ല ഈ കറുത്തിരണ്ട് അടിമയുടെ മുമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കാം. ആരായിരുന്നു ആ കറുത്തിരണ്ട മനുഷ്യൻ? ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരിൽ നിന്ന് അറിവ് നേടിയ മനുഷ്യനാണ്. മുജാഹിദ്, അഹ്മസ്, ഇമാം സൂരി തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഗുരുനാഥനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഫത്വ ചോദിക്കാൻ വന്നപ്പോ ആ വന്നവരോട് ആ വ്യക്തി പറഞ്ഞ മറുപടി, ആ വ്യക്തി നാട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിന് എന്നോട് വന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി. അതേ നോക്കൂ നിങ്ങള്, ചെറുപ്പത്തിൽ കളിക്കാൻ കൂട്ടുകാർ കൂട്ടാക്കാത്തപ്പോ ഉമ്മയോട് സങ്കടം പറഞ്ഞ മകൻ, ആ മകൻ ചേർത്ത് പിടിച്ച് ഉമ്മ പറഞ്ഞത് മോനെ നീ അറിവ് നേടുക. ആ മഹാനാണ് അബ്ദുൽ ബിൻ അബി റബീഹ എന്ന് പറയുന്ന അമീർ ഭരണകൂടത്തിൽപ്പെട്ട
ആ ഒരു മഹാനെ പറ്റി പഠിപ്പിക്കുന്നത്. ഒരു മാതാവിലൂടെ ഒരു ഉമ്മയിലൂടെ ആ മകനെ പറ്റി പഠിപ്പിച്ചു കൊടുത്ത എന്താണ്? മോനെ നീ അറിവ് നേടുക എന്നാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, എന്താ പറയാറ്? അത് വാപ്പല്ലാത്ത കുട്ടിയല്ലേ, ഓന്റെയൊക്കെ എല്ലാ ഗുരുത്തുക്കളും ഉണ്ടാവുന്നതാണ്, ഉമ്മല്ല വളർത്തിക്കളും എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അതേപോലെ സഹോദരങ്ങളെ, എങ്കിൽ ഉമ്മയുടെ റോളാണ് ഇവിടെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഉമ്മാന്റെ റോളാണ് കൃത്യമായി ആ കുട്ടിയെ എന്ന് പറയുന്ന ആ മഹാനിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന വാചകം അതാണ്. ഉപ്പയില്ല എങ്കിൽ പോലും ഒരു ഉമ്മാന്റെ കൃത്യമായ ഒരു രംഗപ്രവേശനം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച അതേ ഉമ്മു സുലൈം ബിൻത് മൽഹാൻ മാലിക് ബിൻ നദർ എന്ന് പറയുന്ന ദമ്പതികളുടെ മകനാണ്. ഒരു വിവാഹം കഴിഞ്ഞു. ആ ദമ്പതികൾക്ക് പിറന്ന കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കാലം ഉമ്മു സുലൈം ഇസ്ലാം സ്വീകരിച്ചു. ഭർത്താവ് കൂട്ടാക്കിയില്ല, ഭർത്താവ് വഴിമാറിപ്പോയി. പിന്നീട് ഭർത്താവായി കടന്നു വന്നത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയാണ്. അബുക്കാരി കോൺട്രാക്ടറായിരുന്ന, അത് കള്ളുഷാപ്പ് നടത്തിയിരുന്ന, അത് വിശുദ്ധ ഖുർആൻ ആയത്ത് ഇറങ്ങിയപ്പോ ആ ആയത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി അതെല്ലാം മാറ്റിവെച്ച ആ സ്വഹാബി, അതേ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ മുസ്ലിമാണ്. രംഗെങ്ങനെ ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു വഴിയാണ് മുസ്ലിം ആകുന്നത്. അതേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ യുദ്ധകാലം കഴിഞ്ഞ് അവിടെ ഒരു കാത്തിരിക്കുന്ന ഓളയുണ്ട്. ആ സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഈ ഉമ്മു സുലൈം ബിൻത് മൽഹാന്റെ അടുക്കൽ ചെല്ലും. നമുക്ക് രണ്ടാൾക്കും യോജിക്കലും ചോദിക്കും. ആ സമയത്ത് രണ്ട് മൂന്ന് തവണ തട്ടിമാറ്റിയ ഉത്തരങ്ങൾക്കെല്ലാം മൂന്നാമത്തെ തവണ ചോദിച്ചു, ഞാൻ തരാൻ ഉദ്ദേശിച്ച സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വേറെ ആരെങ്കിലും നിനക്ക് ഓഫർ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമ്മു സുലൈം ബിൻത് മൽഹാൻ പറഞ്ഞ വാചകം, അഥവാ റുമൈസ എന്നറിയപ്പെടുന്ന ആ മഹദി പറഞ്ഞത്, താങ്കളുടെ കയ്യിലുള്ള വിഗ്രഹം ഉണ്ടല്ലോ അത് വലിച്ചെറിയൂ, അസ്ലിം, താങ്കൾ മുസ്ലിം ആകൂ, അത് മതി എനിക്ക് മഹറായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അബൂ തൽഹ റളിയല്ലാഹു അൻഹു അതെല്ലാം വലിച്ചെറിഞ്ഞ്, ബിംബത്തെ വലിച്ചെറിഞ്ഞ്, തന്റെ വിഗ്രഹത്തെ വലിച്ചെറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് അത് മഹറായി ചെയ്തുകൊണ്ടാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നത്. നോക്കൂ നിങ്ങളെ, സ്വഹാബാക്കളിൽ ഏറെ ശ്രദ്ധേയമായ മഹർ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ മഹറുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു എന്നത് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അതേ സഹോദരങ്ങളെ, ആ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പിന്നെ രണ്ടാമതായി ഭർത്താവായി കടന്നു വരുമ്പോ അതും വല്ലാത്ത രംഗമായി വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് കടന്നു പോവുകയല്ല, മറിച്ച് അവിടെ അനസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടത് സൂചിപ്പിച്ചു വരുന്നത്. ആ അനസ് റളിയല്ലാഹു അൻഹു അവിടെ മദീനത്തിൽ കാലം മദീനത്തിൽ കാലത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഭർത്താവ് കൂട്ടാക്കിയതെന്ന് സൂചിപ്പിച്ചു. 10 വയസ്സുകാരനായ കുട്ടിയെ നബിയോട് ഏൽപ്പിച്ച് പറയുകയാണ്. എന്താ പറഞ്ഞത്? ഇബ്നി അതൈതുക മിൻ യഖ്ദമുക ഫദ്ഹുല്ലാഹ ലഹു, അതെ എന്റെ കുട്ടിയെ താങ്കൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാ. എന്നിട്ട് പറയാണ് ഫദ്ഹുല്ലാ, ആ കുട്ടിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഫഖാല, ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദുഹു, ഈ അനസിനെ സന്താനങ്ങളെയും അതേപോലെ സമ്പത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഖാല അനസ് റളിയല്ലാഹു പറയാണ്, ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഇന്ന മാലി ലകസീറുൻ, എനിക്ക് ധാരാളം സമ്പത്തുണ്ടായി, വഇന്ന വലദി വലദി അതേത് പറഞ്ഞതറിയോ, മക്കൾക്ക് അങ്ങനെ മക്കൾക്ക് ധാരാളം മക്കളുണ്ടായി, 100ഓളം മക്കളുണ്ടായി എന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടെ കൃത്യമായി വിശദീകരിക്കുന്നത്. അതെ, ആ മകൻ പ്രവാചകന്റെ സേവകനായി മാറിയെന്ന് മാത്രമല്ല 2286 ഹദീസുകൾ ലോകത്തിന് പഠിപ്പിച്ചു തന്ന മഹാനായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നോക്കൂ സഹോദരങ്ങളെ, ഉമ്മു സുലൈം ബിൻത് മൽഹാൻ എന്ന് പറയുന്ന ആ മഹദിയാണ് ആ പൊന്നുമോനെ വളർത്തിയുണ്ടാക്കിയതെങ്കിൽ ഒരു പിതാവിന്റെ സ്ഥാനമില്ലാതായിട്ട് പോലും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഉമ്മാന്റെ റോൾ അത് വല്ലാത്തതാണ്. പ്രാർത്ഥനയാണ് പ്രധാനമായി കടക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 150 ജനിച്ച് ഗസയിൽ ജനിച്ച് ഹിജ്റ 204 മരണപ്പെട്ട, അഥവാ ഈജിപ്തിലെ ഫുസ്താത്ത് എന്ന പട്ടണത്തിൽ വെച്ച് മരണപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 54 വയസ്സാണ് മരിക്കുമ്പോൾ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ഷാഫി എന്ന അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്.
2 വയസ്സായപ്പോൾ മകന്റെ പഠനത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് ഉമ്മ പോവുകയാണ്. 7-ാം വയസ്സിൽ ഖുർആൻ മൊത്തം മനപ്പാടമാക്കുകയാണ്. 10ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം പൂർണ്ണമായി മനപ്പാടാക്കുകയാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ വരുന്ന ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്ത എന്ന ഹദീസിന്റെ സമാഹാര ഗ്രന്ഥം അത് മനപ്പാടമാക്കുകയാണ്. 13ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മുഫ്തിയായ ആ മഹാൻ, നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, എവിടെയാണ് ഈ കിടക്കുന്നത്? അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ മദീനയിൽ കൊണ്ടുവരികയും മദീനയിൽ അക്കാലത്ത് ദർസ് നടത്തിയിരുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കല് ഇൽമു നേടുകയും ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു. ഫാത്തിമ ബിൻത് അബ്ദുല്ല അൽ അസ്ദിയ എന്ന ഉമ്മ വളരെ കഷ്ടപ്പെട്ട അദ്ദേഹത്തെ വളർത്തുകയും ചെയ്തു. അതേപോലെ തന്നെ അൽ റിസാല അൽ ഉമ്മി എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. നോക്കൂ നിങ്ങൾ, ആ മേഖലകളിലേക്കെല്ലാം എത്തിപ്പെടാൻ ഒരു ഉമ്മയാണ് വഴിത്തിരിവായതിയെങ്കിൽ വിശ്വാസികളെ ആ ഉമ്മ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 4ാമതായി ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. നോക്കൂ നിങ്ങൾ, ജനനം 164-ലാണ്, ബഗ്ദാദിലാണ് മരണം. അതേപോലെ ബഗ്ദാദില് 75-ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. ഇമാം അഹ്ലുസുന്ന അന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് 3 വയസ്സായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പിതാവ് മരണപ്പെട്ടത്. സഫിയ ബിൻത് മൈമൂനയാണ് ഉമ്മ. മകനെ തന്റെ മഫ്തയിൽ പൊതിഞ്ഞ് സുബഹിക്ക് പോലും പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു ആ ഉമ്മ. എന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയവരെ കേൾപ്പിക്കാൻ വേണ്ടി, നോക്കൂ നിങ്ങൾ, അത്രമാത്രം ജാഗ്രത പാലിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 10 വയസ്സായാല് ആ കുട്ടി ഖുർആൻ മൊത്തം മനപ്പാടമാക്കി. അബ്ബാസിയ ഖലീഫമാരുടെ കാലഘട്ടത്തില് ഖുർആൻ ദൈവസൃഷ്ടിയാണോ അതല്ല കലാമാണോ എന്ന വിഷയത്തിൽ നടന്ന അഭിപ്രായ ഭിന്നത പ്രസിദ്ധമാണ്. പിന്നെ മഹാനുമായി ബന്ധപ്പെട്ട് 3000-ലധികം ഹദീസുള്ള മുസ്നദ് അഹ്മദ് അദ്ദേഹം ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. ഇങ്ങനെ ഒരു ഉമ്മ വഴി ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഏറെ ശ്രദ്ധേയനായ കടന്നു വരുന്ന കാഴ്ച കൂടി ആ ഒരു ഉമ്മയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 5ാമതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇന്നലെ ലോക അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ദിനം കൂടിയായിരുന്നു ഇന്നലെ ഡിസംബർ 18 എന്ന് പറയുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സോവിയറ്റ് റഷ്യന്റെ ഭാഗമായ ബുഖാറ ദേശക്കാരനാണ്. അതൊരു എന്താ പറയാ, അറബി ഭാഷക്കാരനല്ല, അനറബി കൂടിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അൽ ബുഖാരി അതേ ശ്രദ്ധേയമായി കൊണ്ട് കടന്നു വരുന്ന രംഗമുണ്ട്. ഹിജറ വർഷം 194 ശവ്വാലാണ് 13 ബുഖാരിയിലാണ് ജനിച്ചത്. മരണം ഹിജറ 256 സമർഖന്ദിലാണ്. ജന്മനാ കാഴ്ച ശക്തി ഇല്ലായിരുന്ന ഈ കുഞ്ഞിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതെ, ആ ഉമ്മ മകനെയും കൊണ്ട് വ്യത്യസ്ത നാടുകൾ സഞ്ചരിച്ചു. ഏകദേശം 16 വർഷം നീണ്ട പരിശ്രമത്തിലൂടെ 6 ലക്ഷത്തിലധികം വരുന്ന ഹദീസുകളിൽ നിന്ന് ഏറ്റവും ആധികാരികമായി തെരഞ്ഞെടുത്തതാണ് സ്വഹീഹുൽ ബുഖാരി എന്ന ആ പ്രസിദ്ധമായ ഗ്രന്ഥം. വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ലേ. ബുഖാരിയിലുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ചോദ്യം അതാണ്, ആരാണ് ബുഖാരി? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാറ ദേശക്കാരനായ സോവിയറ്റ് റഷ്യന്റെ ഭാഗമായ അനറബിയായ, പിന്നീട് അറബി ഭാഷ കൃത്യമായി പഠിച്ച് ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ച് ഹദീസുകളെ കുറിച്ച് പഠിച്ച് പ്രവാചകനെ കുറിച്ച് പഠിച്ച് സ്വഹാബത്തിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കടന്നു വന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉമ്മ വഴിയാണ് കടന്നു വരുന്നത് എന്നത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഇബ്നു അൽ ജൗസിയ, ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് എന്ന പ്രസിദ്ധനായ ഇമാം ജമാലുദ്ദീൻ അബ്ദുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് 1116 ബഗ്ദാദിലാണ് ജനിച്ചത്. 1201 ആണ് മരണപ്പെടുന്നത്. ഹദീസ് നിദാന ശാസ്ത്ര രംഗത്ത് പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇദ്ദേഹത്തിന്റെ 3ാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. തന്റെ ഉമ്മയുടെ ത്യാഗത്തിന്റെയും
പ്രയത്നത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ ദീനി രംഗത്തുള്ള അറിവും സംഭാവനകളും. ഒട്ടേറെ ഫത്വകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇബ്നു ദൗസ് റഹ്മത്തുള്ളാഹിയുമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു മാതാവിലൂടെ കടന്നു വന്ന, ആ മാതാവിന്റെ ശിക്ഷണത്തിലൂടെ കടന്നു വന്ന ഒരു പണ്ഡിതനെ കുറിച്ചാണ് ഇത്രമാത്രമൊക്കെ വർണ്ണിക്കുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നതെങ്കിൽ വിശ്വാസികളെ നമ്മൾ അടിവരട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങളെന്ന് അറിയേണ്ടതുണ്ട്. ഏഴാമത്തത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമുദ്ദീൻ ഇസ്മായിൽ ഇബ്നു ഉമർ ഇബ്നു കസീർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. തഫ്സീർ എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സുകളിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു പേരാണ്, ഓടിയെത്തുന്ന പേരാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം. അതെ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രസിദ്ധനായ ആ ഒരു പണ്ഡിതനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഒരു ഉമ്മയിലൂടെ കടന്നു വന്ന, മാതാപിതാക്കളോട് കടന്നു വളർന്ന, ശിക്ഷണം കിട്ടിയ, പ്രാർത്ഥന കൊണ്ട് ധന്യമായ, ഇൽമിനെ കൊണ്ട്, അറിവിനെ കൊണ്ട് ധന്യമാക്കിയെടുത്ത മഹാന്മാരാണ് ഇവരൊക്കെ എല്ലാവരും. അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞത്. ജനനം 773-ലാണ്. ഈജിപ്തിലെ കൈറോയിലാണ് ജനിച്ചത്. മരണം ഹിജ്റ 852-ലാണ്. അവിടെ തന്നെയാണ് കൈറോയിൽ വെച്ച് തന്നെയാണ് മരണപ്പെടുന്നതും. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അതേപോലെ തന്നെ ഉപ്പയുടെ സുഹൃത്തുക്കളെ പഠിപ്പിക്കാൻ സഹായിച്ചു. വിജ്ഞാനം തേടി അദ്ദേഹം ഈജിപ്ത്, സിറിയ, ഹിജാസ് പോലെയുള്ള പട്ടണങ്ങൾ കറങ്ങി. ഹദീസ് നിദാന ശാസ്ത്ര രംഗത്ത് തലയെടുപ്പുള്ള പണ്ഡിതനാണ്, ഇമാമാണ്. സ്വഹീഹ് ബുഖാരിയുടെ ഏറ്റവും ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയുടെ രചയിതാവാണ് അദ്ദേഹം. അത് 25 വർഷം കൊണ്ടാണ് ആ ഗ്രന്ഥം പൂർത്തീകരിച്ചത്. ഇത് കൂടാതെ ആ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളെ വിവിധ മേഖലകളിൽ അദ്ദേഹം രചിച്ചതായി കാണാൻ സാധിക്കും. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട് യതീമായ ഒരു പണ്ഡിതനാണ് ആര് ഈ ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അവിടെ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. ആരാരും നാഥനില്ലെങ്കിലും, അതേപോലെ തന്നെ ആരാരും നോക്കാനില്ലെങ്കിലും മക്കൾ വഴി വിളിച്ചു പോകുന്നുവെങ്കിൽ അത് നാഥനില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നുവെങ്കിൽ ഇവിടെയാണ് നമ്മൾ ചരിത്രക്കുറിപ്പിനെ തിരുത്തിക്കുറിച്ച് വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ ഇത്തരം മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരേണ്ടത് അതേ പ്രാർത്ഥന ഉണ്ടോ അവിടെ നമുക്ക് വിജയിച്ചെടുക്കാൻ കഴിയുമെന്നതാണ്. നമ്മുടെ പരിശ്രമമുണ്ടോ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഒമ്പതാമതായി ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹുമായി ബന്ധപ്പെട്ടാണ് 1912 നവംബറിലാണ് ജനിക്കുന്നത്. സൗദിയിലാണ്, അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലാണ് ജനിച്ചത്. 1999 മെയ് 13 മക്കയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. കാഴ്ച ശക്തി പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട്. 3-ാം വയസ്സിൽ ഉപ്പ മരിച്ചു. ഉമ്മ ജുഫൈല ബിൻത് അബ്ദുള്ള അദ്ദേഹത്തെ വളർത്തി. മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി, പിന്നീട് ചാൻസലറായി, പിന്നീട് ഗ്രാൻഡ് മുഫ്തിയായി മാറിയ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. നോക്കൂ വിശ്വാസികളെ, കാഴ്ച പോലും നഷ്ടപ്പെട്ട ഒരു മഹാപണ്ഡിതനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഉപ്പയില്ല, ഉമ്മയാണ് മേഖലയെല്ലാം വളർത്തി കൊണ്ടുവരുന്നത് വിശ്വാസികളെ. അതുകൊണ്ട് തന്നെ ഇത്തരം മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ അയവരക്കുമ്പോൾ ഒരു രത്ന ചുരുക്കമായി കൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. വിശാലമായ ചരിത്രങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് വിശ്വാസികളെ നാം അറിയണം, നമുക്ക് മക്കളുണ്ട്, എനിക്കും നിങ്ങൾക്കും മക്കളുണ്ട്. ആ മക്കളെ എങ്ങനെ വളർത്തണം എന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടവരാ, കൃത്യമായി അറിയേണ്ടവരാ. നമ്മൾ തീരുമാനിച്ചതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ബാക്കി നമുക്ക് വരണ്ട, റബ്ബിന്റെ തീരുമാനം പോലെ ആയിരിക്കാം ബാക്കി കടന്നു വരിക. അതേ അമൽ സ്വാലിഹാത്തിൽ പെടാൻ പറ്റുന്ന മക്കളാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നത് നാം ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മുകളിൽ നാം കേട്ട പണ്ഡിതന്മാരുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും പിന്നില് അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും പരിശ്രമവും ധാരാളമുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നാം ചെറുതായി കാണാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉത്തരം കിട്ടുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടി, ഉത്തരം കിട്ടണമെന്ന ദൃഢവിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിക്കണം. നിങ്ങൾ അറിയണേ, അശ്രദ്ധമായ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരികയില്ല എന്നുള്ളത്. അതുകൊണ്ട് മക്കൾക്ക് എതിരായിക്കൊണ്ടിരിക്കലും നാം പ്രാർത്ഥിച്ചു പോകാൻ പാടില്ല.
പലപ്പോഴും പറയാറുണ്ട്. എന്തൊക്കെ പ്രയോഗം നമ്മൾ പറയാറുള്ളത്? പൈശാചികമായ പല വാക്കുകൾ നമ്മുടെ നാവിലൂടെ മക്കളെ കുറിച്ച് വരാറുണ്ട്. അതൊക്കെ ശക്തമായി അവർക്കെതിരെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നാം ഒരിക്കലും നമ്മുടെ മക്കൾക്കെതിരെ ഒരു നിലക്കും എത്ര പ്രയാസമുണ്ടായാലും അവർക്കെതിരായി കൊണ്ടുള്ള ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് എത്തുക എന്നത് നാം കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് നിർവഹിക്കാൻ, ആ റബ്ബിനോട് മാത്രം നിർവഹിക്കുന്നവരാണ് നമ്മൾ. അത് നിർവഹിക്കുന്ന കാര്യത്തില് വീഴ്ച വരാൻ പാടില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നബിയെ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എങ്ങനെ പരിഗണിക്കാനാ നിങ്ങളുടെ റബ്ബ് എങ്ങനെ പരിഗണിക്കാനാ? അതുകൊണ്ട് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ആയുധമാണ്. ആ ആയുധത്തെ നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ട്. അത് മനസ്സിൽ തട്ടി അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ, നിരന്തരമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ, അവരുടെ ഭാവി കാര്യങ്ങളിലേക്ക് ശക്തമായ ഒരു ചൂണ്ടുപലക നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാൻ, ദീർഘവീക്ഷണത്തോടു കൂടി ഭാവിയിൽ അവരാരായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന നല്ലൊരു കെട്ടുറപ്പും ചുറ്റുപാടും നമുക്കുണ്ടാവാൻ സാധിക്കുമ്പോഴാണ് പ്രാർത്ഥന ഫലവത്താക്കിയെടുക്കാൻ കഴിയുക. അത് ഫലവത്താവണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൃഢനിശ്ചയം കൊണ്ട് പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടണമെന്ന അടങ്ങാത്ത ആ ഒരു വാഞ്ചണ്ടല്ലോ, ആ ഒരു ദാഹം അത് നമുക്ക് ഉണ്ടായിരിക്കുക. അങ്ങനെ ആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കണം. അവിടെ ഭാവി നമ്മുടെ കരങ്ങളിലൂടെ കടന്നു പോകാൻ അതേ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാൻ, അതോടൊപ്പം തന്നെ വൈജ്ഞാനികമായ മേഖലയിൽ മതപരമായ അറിവിന്റെ കാര്യത്തിൽ ശക്തമായി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തെ കുറിച്ച് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമില്ല. ചോദിക്കുന്ന ചോദ്യം എന്താ? ഒമാ ഇമാമുക്ക, നിന്റെ ഇമാം ആരാണോടോ എന്നാണ്. ആരാണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുന്ന ഖബറിലേക്ക് വെച്ചാൽ അത് ഖുർആനാണെന്ന് പറയണമെങ്കിൽ ആ ഖുർആനിന്റെ വക്താക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ കഴിയണം. ഖുർആൻ മനപ്പാടമാക്കുന്ന വേളയിലോ ഹദീസ് പഠിക്കുന്നതിന് വേണ്ടിയോ ഹദീസിന്റെ ക്ലാസ്സിലിരിക്കുന്നതിന് വേണ്ടിയോ ഖുർആൻ ക്ലാസ്സിലിരിക്കുന്നതിന് വേണ്ടിയോ അതേപോലെ തന്നെ അങ്ങനെയുള്ള വൈജ്ഞാനികമായ ദീന്റെ സദസ്സുകളിലേക്ക് അവരെ എത്തിക്കുക എന്നതും അവരൊക്കെ അതിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ളത് മാതാപിതാക്കളെ നാം ആർജിച്ചെടുക്കേണ്ട ഊർജമാണത്. അതേ ഉറക്കപ്പോ വലുതായില്ലേ ഞാൻ പറയേണ്ടതുണ്ടോ? അല്ല വിശ്വാസികളെ, നിരന്തരമായി കൊണ്ട് നാം പറയണം, നിരന്തരമായി കൊണ്ട് നമ്മുടെ മക്കളെ ഉത്ബോധിപ്പിക്കണം. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ ആ മക്കളെ നമ്മുടെ വഴിയെ സഞ്ചരിക്കുന്നവരായി നമ്മുടെ കാലശേഷം ആ ആദർശനിഷ്ഠ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറ ഉണ്ടാവാൻ യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് ചോദിച്ച ആ ചോദ്യം നമ്മുടെ മക്കളോട് നമുക്ക് ചോദിക്കാൻ ആർജവം ഉണ്ടാവണം. ആ ആർജവം കിട്ടണമെങ്കിൽ അത് അവർക്ക് കൊടുത്തിരിക്കണം. അത് കൊടുക്കുമ്പോഴാണ്, ചോദിക്കുമ്പോഴാണ് രണ്ടിന്റെയും മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അത് മനസ്സിലാക്കി നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ, അതിനുവേണ്ട സ്ഥാപനങ്ങൾ കണ്ടെത്താൻ, അതിനുവേണ്ടി അഗമ്യമായി ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറാൻ, പ്രാർത്ഥിച്ചു മുന്നേറാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആദർശനിഷ്ഠയുള്ള, ആദർശബോധമുള്ള, ദീനീബോധമുള്ള, ഖുർആനുമായി ബന്ധപ്പെടുന്ന, അതേപോലെ തന്നെ മദ്രസയുമായി ബന്ധപ്പെടുന്ന അഥവാ അല്ലാഹുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുന്ന നല്ലൊരു തലമുറയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോകുന്ന പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മ വിശ്വാസികൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒഴിവ് സമയം എന്ന് പറയുന്ന ഒരു സംഭവം സാധാരണ പ്രയോഗിക്കാറുണ്ട്. വിശ്വാസികൾക്ക് അങ്ങനെ ഒഴിവ് സമയമൊന്നുമില്ല.
ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. ഇനി ഒരു 10 ദിവസം ഒഴിവുകാലം വരാൻ പോകുമ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ അവധിയാണ്. പക്ഷെ അത് ക്രിയാത്മകമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സംഘടനകൾ ഒരുക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ മോറൽ ക്ലാസ്സുകളും ഇക്കതിന്റെ ക്ലാസ്സുകളും പാഠശാലകളും കണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതിലേക്ക് ഒരു ശ്രദ്ധ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അനിവാര്യമാണ്. അങ്ങനെയുള്ള മേഖലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അവർ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. പക്ഷെ അത് പലപ്പോഴും ആളുകൾ ഗൗനിക്കാറില്ല. അവിടെ കല്യാണമുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ടൂറുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് പല വഴിക്ക് നമ്മുടെ മക്കളെ വഴി തെറ്റി നമ്മളെന്നെ വഴി തെറ്റിക്കാം. എന്നിട്ട് ആ കുട്ടികൾ വഴി തെറ്റിക്കഴിഞ്ഞ് നമ്മൾ ഖേദിക്കാം. പക്ഷെ കൊടുക്കേണ്ട വഴികളിലൂടെ അവരെത്തിക്കുന്നുമില്ല നമ്മൾ. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു മേഖലയാണ്. ഒഴിവ് കാലം വന്നു കഴിഞ്ഞാൽ ആ അവധിയെ ക്രിയാത്മകമായിക്കൊണ്ട് അത് സക്രിയമായിക്കൊണ്ട് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. അതിന് ആവശ്യമായ ചിലപ്പോൾ 1, 2, 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് പരമാവധി നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവിടേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അതേപോലെ തന്നെ ഈ സമയത്ത് തന്നെയാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത്. സാധാരണ പറയാറുണ്ട്, ആ അന്യ മതങ്ങളുടെ ആഘോഷങ്ങളോട് മുസ്ലിങ്ങൾക്ക് വല്ലാത്തൊരു ദാഹമുണ്ട്. അത് ഓണത്തിന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ അത് ക്രിസ്മസിന് അതുപോലെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഏരിയകളിലൊക്കെ അങ്ങനെ ഇടകി ജീവിക്കാത്തത് കൊണ്ട് വെറും മുസ്ലിം സൊസൈറ്റി ഏരിയ ആയതുകൊണ്ടും നമുക്ക് അത്ര പരിചയം ഉണ്ടായിക്കോളുന്നില്ല. അനുഭവത്തിലൂടെ പറയുന്നത്, ഒരു മുസ്ലിമിന്റെ നല്ല താടിയൊക്കെ വെച്ച ഒരു മുസ്ലിമിന്റെ വീട്ടില് കുരിശിന്റെ ഫോട്ടോ ഉണ്ട്, യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ ഉണ്ട്. ഒരു കാലത്ത് 1999 ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഊടുവിടാന്തരം കയറി നിന്ന വേളയിൽ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ കയറി സലാം പറഞ്ഞ് കയറി. കാരണം താഴെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും സലാം പറഞ്ഞ് കയറി സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ ഞാൻ വിഷയം അവതരിപ്പിച്ചു. ഇതാ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ വെച്ച് കുരിശൊക്കെ വെച്ചുള്ള ഒരു മുസ്ലിമിന്റെ വീട്ടിലാണ് വിശ്വാസികളെ. കാരണം എന്താ, അവിടെ അങ്ങനെ ഇടകി ചേർന്നുകൊണ്ടൊരു സൊസൈറ്റി ഏരിയ സ്വാഭാവികമായിക്കൊണ്ടും അത് അവരിലേക്ക് ചേർന്ന് വന്നു. എങ്ങനെ ഇവിടെ ഞങ്ങളൊക്കെ എല്ലാവരും മതസൗഹാർദ്ദത്തിന്റെ വക്താക്കളെന്നാണ് ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞ വാചകം. ഞാൻ പറഞ്ഞ വാചകം അത് ഇസ്ലാമിൽ മതസൗഹാർദ്ദം എന്നില്ല, മനുഷ്യ സൗഹാർദ്ദമാവാം. മതസൗഹാർദ്ദം അത് വെള്ളത്തിലിട്ട ഉപ്പ് പോലെ ഇരിക്കും, അങ്ങനെ ലയിച്ചു പോയിണ്ടാവും. എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് അത്തരം ആഘോഷങ്ങളോടും അവരെ പ്രോഗ്രാമുകളോടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് നമുക്ക് സമരസപ്പെട്ടു പോകാൻ സാധിക്കുക? ഒരിക്കൽ യോജിക്കാൻ കഴിയില്ല വിശ്വാസികളെ. കാരണം അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ അന്വർത്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. സ്റ്റാർ നോക്കുന്നവർ, അതേപോലെ കേക്ക് മുറിക്കുന്നവർ, അതേപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്നവർ, SMS അയക്കുന്നവർ എല്ലാം ഉണ്ട് ആ മേഖലയിൽ. അത് നമ്മൾ നന്നായി തിരിച്ചറിയണം. ആര് ഒരു ജനതയോട് സദൃശപ്പെട്ടോ അവൻ അവരിൽപ്പെട്ടവരാണ് എന്നതുകൂടി അടിവരട്ട് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ആദർശത്തെ പണയം വെക്കുന്ന ഒരു സമീപന രീതി നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നുകൂടി നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇലക്ഷനൊക്കെ എല്ലാം കഴിഞ്ഞു, അതേപോലെ തന്നെ അതിന്റെ റിസൾട്ട് എല്ലാം വന്നു. ആ റിസൾട്ടിന്റെ ഭാഗമായി കണ്ട പേപ്പൂത്തുകൾ നമ്മൾ കണ്ടതാണ്. അത് ഏത് വിഭാഗമായാലും ശരി, അവർ ഓവറായി പോയ, പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ വരെ അത് കാട്ടിക്കൂട്ടിയ പേപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത് ഏത് സംഘടനയിൽ പോയി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ശരി, ഒരു മുസ്ലിം ആണെങ്കിൽ അത്തരത്തിലുള്ള എന്നാൽ ഒരു മെമ്പറെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളെ ആ ആഘോഷത്തിന് വേണ്ടി ഇറക്കാൻ ഉദ്ദേശിച്ച സമ്പത്ത് മുഴുവനും കിറ്റ് പാവപ്പെട്ടവർ കിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പടക്കം പൊട്ടിക്കാനൊന്നില്ല, അതേപോലെ തന്നെ ആഹ്ലാദം ഓവറായില്ല. ആ സഹോദരൻ ആ വാർഡ് മെമ്പർ ചെയ്തെന്താണ്, ആ ഇറക്കാൻ ഉദ്ദേശിച്ച പൈസ മുഴുവൻ ഉപയോഗിച്ച് ഒരു കിറ്റ് ഉണ്ടാക്കിയത്, കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കിറ്റ് ആക്കിയിട്ട് അത് പാവപ്പെട്ടവർ കൊടുക്കാനാണ്, പരമാവധി ആളിലേക്ക് എത്തിക്കാനാണ് ആ സഹോദരൻ ചെയ്തതെങ്കിൽ അത് വല്ലാത്തൊരു മാതൃകയാണ്. ആ മാതൃകകളാണ് സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആഹ്ലാദം ഞാൻ കഴിഞ്ഞ സുഹൃത്തുക്കളിൽ പറഞ്ഞു, മക്ക ജയിച്ചടക്കിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമിതമായി ആഹ്ലാദിച്ചിട്ടില്ല. വളരെ ശാന്തമായി കുനിഞ്ഞു നിന്നുകൊണ്ട് ആ കഅബയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് വിനയത്തിൻ്റെതാണ്,
വിനയത്തിൻ്റെതാണ്. ആ വിനയത്തിന്റെ ഭാവമായിരുന്നു നമുക്ക് ഉണ്ടായിരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് നാം ഏറെ ശ്രദ്ധിക്കാതെ പോയ ഒരു മേഖല കൂടിയാണ്. വിശ്വാസികളെ, മുസ്ലിമിന് അങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനമോ ഓവറായിട്ട് കടന്നു പോകുന്ന കാര്യങ്ങളോ അതേപോലെ തന്നെ പിന്നെ ഡാൻസ് കളിക്കുന്ന ആ രൂപത്തിലൊക്കെ ഒട്ടേറെ എല്ലാം മാറിയിട്ടുണ്ട്, കാലം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നാം അതൊക്കെ എല്ലാം ഒന്ന് അടക്കി ഒതുക്കി മുന്നോട്ട് പോകേണ്ടവരാണ്. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അത് നാം കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നേരം വെളുത്താലും പരസ്പരം കാണേണ്ടവരാണ് നമ്മൾ എന്താവണം. അതുകൊണ്ട് തന്നെ അതിന്റെ കാമ്പ് നാം ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുക. അത്തരം സന്ദർഭങ്ങൾ ഇനിയും കടന്നു വരാം. അവിടങ്ങളെല്ലാം അത് ശക്തമായി നേരിടാൻ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഉൾക്കൊള്ളുന്ന ആദർശം അത് ശരിയായി പഠിച്ച് മനസ്സിലാക്കി തലമുറകളിലൂടെ കൂടെ കടന്നു പോകുന്ന നമ്മുടെ മക്കളിലൂടെ കടന്നുപോയി വൈജ്ഞാനികമായി ആദർശനിഷ്ഠയുള്ള തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു മേഖലയിൽ കൃത്യമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഈ ദിവസം ഈ സന്ദർഭത്തിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ മനസ്സിൽ ഇന്നലെ വരെ കരുതിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനെ ഇന്നലെ വൈകുന്നേരം മറ്റൊരു ലോകത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉടത്തൂരുള്ള കരിമിക്ക എന്ന് പറയുന്ന അബ്ദുൽ കരിമിക്ക എന്ന് പറയുന്ന നമ്മുടെ സലഫിയ അറബി കോളേജിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പിന്നെ സഹോദരൻ വളരെ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാഹു അദ്ദേഹത്തിന് മാഫറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഖബറിനെ പ്രകാശപൂർണ്ണമായി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു വന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മാഫറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.